അങ്ങനെ സ്നേഹിച്ചിട്ട് മഞ്ജു വാര്യർ ചതിച്ചു. മഞ്ജു വാര്യർ സ്നേഹിച്ചിട്ട് ചതിച്ചിട്ട് പോയി, തേച്ചിട്ട് പോയി. മഞ്ജു വാര്യർ പ്രതികരിച്ചിട്ടില്ല, മഞ്ജു വായ തുറന്നിട്ടില്ല. ഇതിനെക്കുറിച്ച് ഒരക്ഷരം പോലും മഞ്ജു ഉരിയാടിയിട്ടില്ല. മഞ്ജു വാര്യർ കേസ് കൊടുത്തു, എന്നിട്ട് ഈ സനലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. മഞ്ജു വാര്യർ കയറ്റം എന്ന് പറയുന്ന ഒരു സിനിമയിലൊന്ന് അഭിനയിച്ചു പോയി. അതോടുകൂടി ഈ മഞ്ജു വാര്യര് പെട്ടുപോയി എന്ന് പറയുന്നതായിരിക്കും ശരി. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കുറേ വർഷങ്ങളായിട്ട് തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന ഒരു യുവാവ് ഈ മഞ്ജുവിനെ സ്നേഹിക്കുന്നുവെന്നും മഞ്ജു വാര്യരെ സ്നേഹിക്കുന്നുവെന്നും മഞ്ജു വാര്യര് തിരിച്ച് ഈ സനൽകുമാർ ശശിധരനെ സ്നേഹിക്കുന്നുവെന്നും തങ്ങൾക്ക് വലിയ ബന്ധങ്ങളാണ് ഉള്ളത്. അതായത് സനൽകുമാറിനെ സ്നേഹിക്കുന്നുവെന്നും അങ്ങനെ സ്നേഹിച്ചിട്ട് മഞ്ജു വാര്യർ ചതിച്ചു, മഞ്ജു വാര്യർ സ്നേഹിച്ചിട്ട് ചതിച്ചിട്ട് പോയി, തേച്ചിട്ട് പോയി എന്നൊക്കെയുള്ള രീതിയിൽ കൂടി ഈ സനൽകുമാർ ശശിധരൻ രംഗത്തെത്തിയിരിക്കുന്ന ഒരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. അത് കുറെ വർഷങ്ങളായി ഈ സനൽകുമാർ ഈ മീഡിയസിൽ വന്ന് പറയുകയും ഇന്റർവ്യൂവിൽ കൂടി വന്ന് പറയുകയും ഒരുപാട് പോസ്റ്റ്, അതായത് അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്കിൽ എല്ലായിടത്തും പോസ്റ്റ് ഇട്ട് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ള ഒരു ആ ഒരു ഒറ്റ ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് വന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ മഞ്ജു വാര്യര് ഇതിന് എതിരായിട്ട് ഇതിന്റെ ഒരു അടിസ്ഥാനത്തെ യാതൊന്നും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, അതായത് ഈ സനൽകുമാർ ഈ മഞ്ജു വാര്യരുമായിട്ടുള്ള മഞ്ജു വാര്യര് ഈ സനൽകുമാറിന്റെ പടത്തിൽ സനല് ഡയറക്ടറായിട്ടുള്ള പടത്തിൽ ഈ മഞ്ജു വാര്യർ ഒരു പടത്തിൽ കയറ്റം എന്ന് പറയുന്ന പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ അതിന്റെ ഷൂട്ടിങ്ങിനിടയിലൊക്കെ ഇവർക്ക് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ സംസാരിക്കുകയും കൂടുതൽ അടുത്തിടപഴകുകയൊക്കെ ചെയ്തു എന്നാണ് ഈ സനൽകുമാർ പറയുന്നത്. എനിക്ക് തോന്നുന്നത് സനൽകുമാർ വല്ലാത്ത രീതിയിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും ഒരു സാമാന്യ ബുദ്ധിയോട് കൂടി ചിന്തിക്കുമ്പോൾ ഈ മഞ്ജു വാര്യരുടെ ഒരു ക്യാരക്ടർ നമുക്കൊക്കെ ഊഹിക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ അതൊക്കെ പല രീതിയിൽ പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്, അല്ലെ? അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ മഞ്ജു വാര്യരിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു ഒക്കെ അത്തരത്തിലുള്ള വീഡിയോസ്. അപ്പൊ ഈ സനൽകുമാർ പോലെയുള്ള ഒരു ആളുടെ ആളോട് പ്രേമിക്കുവാനും അല്ലെങ്കിൽ ആ വലയിൽ പോയി വീഴുവാനും എന്നുള്ള ഒരു വ്യക്തിത്വമല്ല നമ്മുടെ ഈ മഞ്ജു വാര്യർക്കുള്ളതെന്ന് നമുക്ക് കേൾക്കുന്നവരും കാണുന്നവർക്കും ഒക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളാരും ഇതൊന്നും വിശ്വസിച്ചിട്ടുമില്ല. അങ്ങനെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ, അല്ലെങ്കിൽ ഇയാൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇയാളുടെ ശല്യം സഹിക്കുകയായിട്ട്, അതായത് ഷൂട്ടിങ്ങിന് പോകുമ്പോഴും അതുപോലെ തന്നെ ഇയാൾ പേഴ്സണലായിട്ടും ഒക്കെ ഫോൺ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട് എന്നാണ് ഇയാൾ പറയുന്നത്. ഈ സനൽ പറയുന്നത്, സനൽകുമാർ പറയുന്ന കാര്യം മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. കാരണം മഞ്ജു വാര്യർ പ്രതികരിച്ചിട്ടില്ല, മഞ്ജു വായ തുറന്നിട്ടില്ല. ഇതിനെക്കുറിച്ച് ഒരക്ഷരം പോലും മഞ്ജു ഉരിയാടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്താണ്, എത്രത്തോളം അതിന് ഈ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊന്നും നമുക്ക് അറിയില്ല. അങ്ങനെ അറിയാതെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഈ ജനങ്ങളോട് അറിയിക്കുവാൻ തന്നെ ഈ സനല് പല ദിവസങ്ങളിലും യൂട്യൂബിലൂടെ അറിയിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ജനങ്ങൾ കണ്ടതാണ്. അപ്പോൾ നമ്മൾ മൂക്കത്ത് വിരൽ വെക്കുകയാണ് ചെയ്തത്. കാരണം ഇത്തരത്തിലൊരു ഇതിൽ ചെന്ന് പെടുമോ അതോ മഞ്ജു വാര്യരെ പോലെയുള്ള ബോൾഡായിട്ടുള്ള ഒരു ആള് ഇങ്ങനെയുള്ള ഒരു ഇതിൽ ചെന്ന് പെടുമെന്ന് നമുക്കാർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും വിശ്വസിച്ചിട്ടില്ലായിരുന്നു. ഇദ്ദേഹം പറയുന്നത് 2022 ഏപ്രിൽ 26-ാം തീയതി ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു. കാരണം മഞ്ജു വാര്യർ ഇങ്ങനെ തന്നോട് ഞങ്ങൾ മാനസികമായി അടുപ്പത്തിലാണ് എന്നും ഞങ്ങൾ പ്രത്യേകം ഒരു അടുപ്പത്തിലാണ്, പക്ഷെ ഞാൻ പല പ്രാവശ്യം ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊന്നും അതെല്ലാം ബ്ലോക്ക് ആകുകയാണ്. ആരുടെയോ ഒരു കെയർ ഓഫില് ആണ് ഇത്തരത്തിൽ തങ്ങൾക്കൊന്ന് മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ആരോ ഈ മഞ്ജു വാര്യരെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ. കാരണം ഈ സനൽ പറയുന്നത് മഞ്ജു വാര്യരും സനലും തമ്മിൽ പ്രേമത്തിലാണ്. പക്ഷെങ്കിൽ ഞങ്ങളുടെ അടുപ്പം ഞങ്ങൾക്ക് പരസ്പരം ഒന്ന് സംസാരിക്കാനോ അല്ലെ ഒന്ന് കാണുവാനോ ഒന്നും ഞങ്ങൾക്ക് പറ്റുന്നില്ല. ആരൊക്കെയോ ഈ മഞ്ജു വാര്യരെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഈ മഞ്ജു വാര്യർക്കും തനിക്കും ജീവന് പോലും ഭീഷണിയുണ്ട്. അതുകൊണ്ട് എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം. ഈ മഞ്ജു വാര്യരുടെ ജീവനും അപകടത്തിലാണ്. അതുകൊണ്ട് എൻ്റെ ഈ അപേക്ഷ സ്വീകരിച്ച് അന്വേഷിക്കണം
എന്നുള്ള തലത്തിൽ ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ എന്താണ് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്ക് വരെ കത്തെഴുതിയെന്നാണ് ഇദ്ദേഹം തന്നെ വന്ന് മീഡിയയിൽ പറയുന്നത്. അപ്പോൾ അപ്പോൾ ഇത്തരത്തില് ഇങ്ങനെ ഈ സനലിന്റെ ഒരു എന്താണ് ശല്യം നമുക്കറിയാം. ഇതുപോലെയുള്ള ശല്യം ചെയ്യുന്ന ഒരാള് ഇത് കേട്ടിട്ടൊരു എന്താണ് ഒരു വൺ വേ ആണെന്ന് തോന്നുന്നു. അതായത് സനലിന് ഈ മഞ്ജു വാര്യരെ ഇഷ്ടമാണ് എന്നോ അല്ലെങ്കിൽ പ്രത്യേക ഒരു താല്പര്യമുണ്ട്. പക്ഷെ മഞ്ജു വാര്യർക്ക് അങ്ങനെ ഒരു ഇതില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. പക്ഷെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ മഞ്ജു വാര്യരുടെ ഒരു വോയിസ് വിടുന്നുണ്ട് ഈ സനൽകുമാർ. ആ വോയിസ് കേൾക്കുമ്പോൾ നമുക്ക് മഞ്ജു വാര്യരുടെ സ്വരമാണെന്നോ അല്ലെങ്കിൽ മഞ്ജു വാര്യരുടെ സംസാര ശൈലിയൊന്നും നമുക്ക് തോന്നില്ല. അത് മഞ്ജു വാര്യരല്ല, മറ്റാരോ കളിച്ചതായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നു. ശരിക്കും ആ വീഡിയോ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും ഈ മഞ്ജു വാര്യർ മടുത്തിട്ടായിരിക്കും, ഇദ്ദേഹത്തിന്റെ ശല്യം സഹിക്കവയ്യാഞ്ഞിട്ടായിരിക്കും മഞ്ജു വാര്യര് ഈ സനലിനെതിരെ കേസ് കൊടുക്കുന്നു. അങ്ങനെ കേസ് കൊടുത്തപ്പോൾ ഈ സനൽ തന്നെ വന്ന് പറയുകയാണ് മഞ്ജു വാര്യർ കേസ് കൊടുത്തു, എന്നിട്ട് ഈ സനലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഇളമക്കര പോലീസ് സ്റ്റേഷനിലാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും അവിടെ അങ്ങനെ മഞ്ജു വാര്യരുമായിട്ട് ഇനിയും എന്തിനാണ് നിങ്ങൾ മഞ്ജു വാര്യരെ കാണാൻ ശ്രമിക്കുന്നത് എന്ന് ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇയാളെ ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ചോദ്യം ചെയ്തപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ മഞ്ജു വാര്യരുമായിട്ട് അടുപ്പമുള്ള ഒരാളാണ്, മഞ്ജു വാര്യർക്ക് വധഭീഷണിയുണ്ട്, അതുകൊണ്ട് ഞാൻ പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ ഈ പോലീസുകാരോട് പറഞ്ഞപ്പോൾ പോലീസുകാർ പറഞ്ഞു, ഇനി മേലെ മഞ്ജുവിനെ ശല്യം ചെയ്യാൻ പോവുകയോ മഞ്ജുവിനെ കാണാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തക്കതായ ഒരു ശിക്ഷ നിങ്ങൾക്ക് തരും എന്ന്, ഇനി മേലെ അത് ആവർത്തിക്കാൻ പാടില്ല, അങ്ങനെ എഴുതി വെച്ചിട്ട് ജാമ്യത്തിൽ ഇറങ്ങിപ്പോയ്ക്കോ എന്ന് ഈ സനലിനോട് പറയും. അപ്പോൾ സനൽ പറഞ്ഞു, എന്താ ഈ കേസ് എന്തായാലും ഇത്രയും ആയതല്ലേ, എനിക്കിവിടെ അറിയത്തില്ലാത്ത സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇറങ്ങി പോകുന്നില്ല, എൻ്റെ കേസ് എനിക്ക് വന്നിരിക്കുന്ന ഈ കേസ് കോടതിയിലേക്ക് തന്നെ പോകട്ടെ എന്ന് സനൽ ആവശ്യപ്പെടുകയും അങ്ങനെ ഈ സനലിന്റെ ആവശ്യപ്രകാരം ഈ കേസ് കോടതിയിലേക്ക് എത്തിക്കുകയും കോടതിയിൽ നിന്ന് സനൽ ജാമ്യം എടുത്ത് പോവുകയും ചെയ്തു എന്നാണ് ഈ സനൽ വന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരാള് എന്താണ് മഞ്ജു വാര്യരുടെ പിറകെ നടന്നിങ്ങനെ ശല്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പൂവാല ശല്യം എന്നൊക്കെ പറയാം, അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ശല്യം ഉണ്ടാകുമ്പോൾ മഞ്ജു അതുകൊണ്ടാണ് കേസ് കൊടുത്തത്. കേസ് കൊടുത്തൊക്കെ ശരിയാണ്. പക്ഷെ ഇയാൾ തന്നെ പറയുകയാണ് കേസ് കൊടുത്തത് പിന്നീട് അദ്ദേഹം അന്വേഷിച്ചപ്പോൾ ഞാൻ അങ്ങനെ കേസ് കൊടുത്തിട്ടില്ല എന്ന് മഞ്ജു പറഞ്ഞു എന്നാണ് ഇയാൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പം ഇയാൾ പറയുന്നത് ആരൊക്കെയോ മഞ്ജു വാര്യരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്, മഞ്ജു വാര്യരെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല എന്താണ് മുതിർന്ന ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്, അതുകൊണ്ട് ജീവന് സംരക്ഷണം കൊടുക്കണം, എനിക്കും അതുപോലെ തന്നെ വധഭീഷണിയുണ്ട്, അതുകൊണ്ട് ജീവൻ സംരക്ഷിക്കപ്പെടണം, അതുകൊണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ എനിക്ക് വേണം എന്നൊക്കെയുള്ള രീതിയിലാണ് ഇദ്ദേഹം മീഡിയസിൽ വന്ന് ഉറക്കെ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നത്. കാരണം അയാൾക്ക് പിന്നെ ഏതെല്ലാം രീതിയിൽ ചോദിച്ചിട്ടും അദ്ദേഹം പിന്മാറാൻ തയ്യാറല്ല. അദ്ദേഹം ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മഞ്ജു വാര്യർക്ക് നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്, അതായത് ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ച് തന്നെ വന്ന ഒരാളാണ് ഈ മഞ്ജു വാര്യർ, അല്ലെ? മഞ്ജു വാര്യർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ സിനിമാ ഫീൽഡിലാണെങ്കിലും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് കാര്യങ്ങളാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്ക് ഇനിയും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരു മനുഷ്യനെ ശല്യം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഇതിൻ്റെ ഒരു ഊഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിനകത്തൊന്നും വലിയ കഴമ്പില്ല. അല്ലെങ്കിൽ ഇദ്ദേഹം ആരെങ്കിലും ഒന്നെങ്കിൽ ഇയാളെ ഒരു ഇത് ചെയ്യുന്നതായിരിക്കും, ഈ സനലിനെ ഫ്രാങ്ക് ചെയ്യുന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മഞ്ജു വാര്യരെ ഈ സനല് സ്നേഹിക്കുന്നു എന്നറിയാവുന്ന ഒരാൾ ചിലപ്പോൾ ഈ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മഞ്ജു വാര്യരാണെന്നുള്ള രീതിയിൽ കൂടി ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയും ഈ നമ്മുടെ വോയിസ് മെസ്സേജ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ അത് മഞ്ജു വാര്യരുടെ ഒരു വോയിസ് മെസ്സേജ് അല്ല. അത് കേൾക്കുമ്പോൾ നമുക്കറിയാം, നമുക്കൊക്കെ മഞ്ജു വാര്യരുടെ ഒരു സംസാര ശൈലി അറിയാം, ഒരു ആ ക്യാരക്ടർ അറിയാം, അതുപോലെ സ്വരം ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ അത്തരത്തിലുള്ള ഒരു സംഭാഷണമല്ല ഇദ്ദേഹം റെക്കോർഡ് ചെയ്യുന്ന അതിനും അദ്ദേഹത്തിന് ന്യായങ്ങളുണ്ട്. ഇത് മീഡിയക്കാർ പറയുന്നു. ചാനലുകാർ ചോദിച്ചു, എന്തിനാണെങ്കിൽ മഞ്ജു വാര്യരുടെ സ്വരം അല്ലാതെ മഞ്ജു വാര്യൻ തോന്നുന്നില്ല, ആ സ്വരം മഞ്ജു വാര്യരുടേത് അല്ലല്ലോ, പിന്നെന്താണ് മഞ്ജു വാര്യരാണ് എന്ന് താങ്കൾ ഇങ്ങനെ ഊന്നി പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിനും അദ്ദേഹം ന്യായം പറഞ്ഞു. അത് മഞ്ജു വാര്യര് മനഃപൂർവ്വം സ്വരം മാറ്റി. കാരണം മഞ്ജു വാര്യരും സനലുമായിട്ട് അടുപ്പം ഉണ്ടെന്നറിയുമ്പോൾ കുറേ ആൾക്കാർ വന്ന് വല്ലാത്ത ഒരു ഇതായിട്ട് വരും, അതൊരു നമുക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് ഈ രീതിയിൽ സ്വരം മാറ്റി പറയുന്നതാണ് എന്ന് അങ്ങനെ ഇവർ രണ്ടുകൂടെ ആലോചിച്ച് തീരുമാനിച്ച് പറയുക. അങ്ങനെ മഞ്ജു വാര്യർ തീരുമാനം എടുത്ത് പറഞ്ഞതാണെന്നാണ് ഇയാളെ അപ്പോഴും കിടന്നു മെഴുകുന്നത്.
ഇദ്ദേഹത്തിൻ്റെ പുറപ്പാട് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നമുക്ക് ഒന്ന് എന്താണ് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം തന്നെയായിട്ട് ഇന്നും അവശേഷിക്കുകയാണ്. ഓക്കെ.